പെട്ടെന്നിണങ്ങുന്ന പക്ഷികളുടെ കൂട്ടത്തിലുള്ളതല്ല പരുന്ത്. വിദേശങ്ങളിൽ കഥ വ്യത്യസ്തമാണെങ്കിലും ഇന്ത്യയിൽ ആരും പരുന്തിനെ വീടുകളിൽ വളർത്തുകയോ വിനോദോപാധിയാക്കി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. കോഴിക്കുഞ്ഞുങ്ങളെ സഹിതം റാഞ്ചി പറക്കുന്ന പരുന്തിനെ മനുഷ്യർക്ക് വലിയ ഇഷ്ടവുമല്ല. എന്നാൽ ഇവിടെ കഥ വ്യത്യസ്തമാണ്. മനുഷ്യരോടിണങ്ങിയ പരുന്ത്. മത്തിയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം. മനുഷ്യരെ ഭയമില്ലാതെ അടുത്തു വന്നിരുന്ന് കൊടുക്കുന്നത് കഴിക്കും. ഒരു ശല്യവുമില്ല. ले ले അവിടെ പോ അവിടെ കഴിച്ചോ ना मछली വേണോ? മछली മീൻ ഏലി വേണ്ട കൊടുത്തോ മീൻ കൊടുത്തോ. അവിടെ പോയില്ല കേട്ടോ. ഡെയിലി അരച്ച മീൻ കൊടുത്തോ. മീൻ കൊടുത്തോ. ഉച്ചയാണ്. മലപ്പുറം എടയൂർ മാവണ്ടിയൂരിൽ നിന്നാണ് മനുഷ്യ പക്ഷി സൗഹൃദത്തിന്റെ ഈ അപൂർവ കാഴ്ച. മാവണ്ടിയൂരിൽ പ്രവർത്തിക്കുന്ന UK ക്രഷറിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുഹൃത്താണ് ഈ പരുന്ത്. എങ്ങനെയാണ് മനുഷ്യരുമായി ഇത്ര പരിചയം തുടങ്ങിയതെന്ന് ആർക്കും വ്യക്തമല്ല. രാവിലെ തൊഴിലാളികൾ കമ്പനിയിലേക്ക് ജോലിക്ക് പുറപ്പെടുമ്പോൾ കൃത്യസമയം ആകാശത്ത് ചിറകടിച്ച് പരുന്തെത്തും. തൊഴിലാളികൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും, പറന്നു പോകും. ജോലി കഴിഞ്ഞ് തൊഴിലാളികൾ എത്തുമ്പോൾ കൃത്യം പരുന്തുമെത്തും. 2 നേരം തൊഴിലാളികൾ ഈ പരുന്തിന് ഭക്ഷണം കൊടുക്കുന്നു. മത്തിയടക്കം മീനുകളാണ് പരുന്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ. കൈകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം ഒരു മടിയും കൂടാതെ പരുന്ത് കഴിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാവുകയാണ് ഈ സൗഹൃദം. ഒപ്പം മനുഷ്യന് ജീവജാലങ്ങളോടുള്ള കരുതലിന്റെയും സ്നേഹത്തിന്റെയും വലിയ സന്ദേശവും. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.